ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം മൈ ബിസിനസ് ബോട്ടിന്റെ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്. അതിനായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ച ലിങ്ക് ആദ്യം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിതൊരു LIC ഏജന്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്ത ചാറ്റ് ബോട്ടാണ്. നമുക്ക് ഈ ഒരു ചാറ്റ് ബോർഡിന്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു LIC ഏജന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ നമ്മൾ ഒരേ പോളിസിയെ കുറിച്ച് തന്നെ പലരും പല തവണയും നിങ്ങളോട് ചോദിച്ചെന്ന് വരാം. പക്ഷേ ഈ ഒരു ചാറ്റ് ബോട്ട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നോക്കിയിട്ട് അവർക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ആ രീതിയിൽ വേണം നിങ്ങൾ അതിലേക്ക് ക്വസ്റ്റ്യൻസും ആൻസറും ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഗോവും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും കാണിച്ചിട്ടാണ് വരുന്നത്. സ്റ്റാർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യാം. നമസ്കാരം, LIC ഏജന്റ് അജീത ചാറ്റ് ബോട്ടിലേക്ക് സ്വാഗതം. ദയവായി നിങ്ങളുടെ പേര് നൽകുക. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമർ അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഷാ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കണ്ണൂർ. നിങ്ങളുടെ ഫോൺ നമ്പർ? ഇന്ന് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കുകയോ താഴെ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ആരൊക്കെയാണോ വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിന് ഒരു അഡ്മിൻ പാനൽ കൂടി ലഭ്യമായിരിക്കും. ആ ഒരു അഡ്മിൻ പാനൽ ത്രൂ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇതിൽ വിസിറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് LIC പോളിസിയുടെ കുറെ കാര്യങ്ങളാണ് ഇതിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചാറ്റ് ബോട്ട് തന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കസ്റ്റമർ അവർക്ക് എന്താണോ അറിയാൻ ആഗ്രഹമുള്ളത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ തൽക്കാലം ഒരു കസ്റ്റമർ ഷെയർ മാർക്കറ്റ് ബേസ്ഡ് പ്ലാനിനെ കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമർ എന്ത് വേണം, ഷെയർ മാർക്കറ്റ് ബേസ്ഡ് പ്ലാനിലേക്ക് ക്ലിക്ക് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ LIC നിവേഷ് പ്ലസിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കസ്റ്റമർക്ക് വിസിബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കസ്റ്റമർ LIC നിവേഷ് പ്ലസിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റെ ഡീറ്റെയിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തിൽ നിന്ന് ഉയർന്ന ലാഭം നേടാനും അതോടൊപ്പം ലൈഫ് ഇൻഷുറൻസ് സുരക്ഷ ലഭിക്കാനും സഹായിക്കുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ULIP ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഒരു തവണ മാത്രം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രീമിയം അടച്ച് 5 വർഷം ലോക്ക് ഇൻ കാലയളവോടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസത്തിൽ വർഷത്തിൽ പണമടക്കേണ്ടതില്ല. നിക്ഷേപം ഇന്ത്യൻ ഗ്രോത്ത് ഫണ്ടിലാണ്. ഇതിന്റെ ചരിത്രപരമായ വരുമാന നിരക്ക് 15.75% CAGR ആയതാണ് വലിയ ആകർഷണം. മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺ ലഭിക്കുന്നതിനാൽ ഉയർന്ന വളർച്ചയുടെ സാധ്യതയും അതോടൊപ്പം ലൈഫ് കവർ സുരക്ഷയും ഒരുമിച്ച് ലഭിക്കുന്നതാണ് ഈ പ്ലാനിന്റെ പ്രധാന ഗുണം. കൂടുതൽ അറിയാനോ അപേക്ഷിക്കാനോ താഴെയുള്ള ബട്ടൺ അമർത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഒരു പ്ലാൻ പറഞ്ഞു തന്നതിന് ശേഷം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലേൺ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമ്പോൾ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, അപേക്ഷിക്കാനോ കൂടുതൽ അറിയാനോ അപേക്ഷിക്കാനോ താഴെയുള്ള ബട്ടൺ അമർത്തുക എന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഒരു ക്ലയന്റിന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ലേൺ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ LIC നിവേഷ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് ആ പോളിസി ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്ലാനിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയന്റ് അവർക്കൊരു അപ്പോയിന്റ്മെന്റ് നിങ്ങളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് ബോട്ട് മുഖേന അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻസ് അവർക്ക് ലഭിക്കും. ക്ലിക്ക് ഹിയർ ടു ബുക്ക് അപ്പോയിന്റ്മെന്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലണ്ടറാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഏതെങ്കിലും ഒരു ഡേറ്റിന് നിങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനവർ ചൂസ് ചെയ്തത് ഒരു 4th ഡേറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഏത് ടൈമിനാണ് അവർക്ക് നിങ്ങളെ വിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതും അവർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു പേജാണ് വരിക. നമ്മൾ ഓൾറെഡി ഓൺബോർഡിങ് ചെയ്തതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ആയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ കാണാൻ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് അവരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ കൺഫേം ബുക്കിംഗ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതിൽ അവരുടെ ടോക്കൺ നമ്പറും ഏത് ടൈമിനാണ് അവർ നിങ്ങളിലേക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിൻ പാനലിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഈ ഒരു ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണിത്. ക്ലോസ് കൊടുത്ത് Appointment booked successfully. ഈ ഒരു രീതിയിലാണ് ഈ ചാറ്റ് ബോട്ടിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു അഡ്മിൻ പാനൽ ഉണ്ട്. ആ ഒരു അഡ്മിൻ പാനലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് നോക്കാം.